ചേട്ടാ കുറെ ആൾക്കാരുടെ റിവ്യൂ കണ്ടു അതിനകത്ത് ഈ കോക്കിന്റെ റിവ്യൂ ശ്രദ്ധിച്ചത്? കോക്കിന്റെ റിവ്യൂസ് അങ്ങനെ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കാറില്ല. അതിനകത്ത് കൂടുതൽ നെഗറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സിനിമേനെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി നെഗറ്റീവായിട്ടാണ് തോന്നിയെങ്കിൽ പുള്ളി നെഗറ്റീവായിട്ടല്ലേ ഇടുള്ളൂ. പിന്നെ മഞ്ഞായത് ഫുൾ മഞ്ഞായിട്ടല്ലേ കാണുള്ളൂ എന്ന് പറഞ്ഞ പോലെ സിനിമേനെ ബാധിക്കുമെന്നൊരു തോന്നുന്നു. സിനിമയുടെ ഇപ്പോൾ ആ പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്കും അങ്ങനെ സംഭവിക്കും ആണെങ്കിൽ കൂടി ആത്യന്തികമായിട്ട് പുള്ളിയുടെ റിവ്യൂ കൊണ്ട് സിനിമകളെല്ലാം തകർക്കാൻ പറ്റില്ലല്ലോ. നല്ല സിനിമയാണ്, എൻ്റർടൈനിങ് ആണെങ്കിൽ ആളുകൾ വന്ന് കാണും. ഈ ഒരു പടത്തിനെ നശിപ്പിച്ചൊരു പുള്ളിക്ക് എന്താണ് കിട്ടാനുള്ളത്? പുള്ളിയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. പുള്ളിക്ക് എന്താ ജോലി ശരിക്കും? അല്ല, പുള്ളിക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ജോലി ഉള്ളതായിട്ട് അറിയോ? അധ്യാപകനാണല്ലോ. അധ്യാപകന്റെ കറക്റ്റ് സ്വഭാവമാണല്ലോ പുള്ളി കാണിക്കണത്. പുള്ളിക്ക് പഠിപ്പിക്കാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ നമ്മൾ പോയി ചെക്ക് ചെയ്യാറില്ലല്ലോ. ഒരു അഭിപ്രായം റിവ്യൂ ആർക്കും വേണമെങ്കിലും ഇടാം. പക്ഷേ ഒരു സമൂഹത്തിന് വിഷയമായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കാത്ത ഒരു വിഷയം അല്ലെങ്കിൽ ആശയം സംസാരിക്കുന്ന സമയത്ത് അതിന് പൂർണ്ണമായി ഇല്ലാതെയാക്കുന്ന രീതിയിൽ പുള്ളി കാണുന്നത് പോലെ അല്ലല്ലോ നമ്മൾ ഇവിടെ കാണുന്നത്. പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എല്ലാവർക്കും ഇല്ലാത്തതായിക്കൊള്ളണമെന്നില്ല. മുക്തമായിട്ട് അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. പിന്നെ ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ചല്ലേ സംസാരിക്കുള്ളൂ. പിന്നെ ആൾക്കിപ്പോൾ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നെഗറ്റീവും വരട്ടെ, നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ വരട്ടെ. സിനിമയ്ക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ അവർ പറയണത്. പിന്നെ ആളുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ആളുടെ വ്ളോഗ് കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും ആൾക്കാർ അറിയട്ടെ ഞങ്ങളുടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ തിയേറ്ററിലുണ്ടെന്ന് അറിയട്ടെ. ഞാൻ അതിനെ ഒരു വേറെ രീതിയിലാണ് കാണുന്നത്. മോശമാണോന്ന് അറിയാനെങ്കിൽ പുള്ളി പറയുന്നതൊക്കെ കറക്റ്റ് ആണോ? നമ്മളൊരു സാധനം മോശമാണെന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് തന്നെ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കാണാതെ ഇരിക്കാറില്ലല്ലോ. നമ്മൾ ചെന്ന് നോക്കാമല്ലോ. നമുക്ക് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. നമുക്ക് റിവ്യൂ എടുത്ത് പുള്ളിയുടെ റിവ്യൂ കണ്ട് പടം കാണാതെ ഇരിക്കുന്നവർക്ക് കാണാതിരിക്കുക ചെയ്യട്ടെ. പക്ഷെ ഞാൻ പുള്ളിയുടെ റിവ്യൂ കണ്ട് കുറെ ചിരിച്ചു. എന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞത് കേട്ട് കുറെ ഞാൻ ചിരിച്ചു. പറയാൻ പറ്റില്ല ഇത്ര എന്താണ് ടേം അട്രോഷ്യസ് ആയിട്ടൊരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ പുള്ളി പറഞ്ഞത്. പക്ഷെ ഞാനത് പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ അതില് ഞാൻ കുറെ ചിരിച്ചു. കാരണം നമുക്ക് ഈ പോസിറ്റീവിനെയും കാട്ടി കൂടുതൽ ആൾക്കാർ ആദ്യം അയച്ചൊരു നെഗറ്റീവാണ്. പക്ഷെ നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂടെ നമ്മൾ വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ബുക്കിംഗ് വരുന്നുണ്ട്. പടം കാണാൻ ആൾക്കാർ തിയേറ്ററിൽ കയറുന്നൊക്കെ ബുക്കിംഗ് വരുന്നുണ്ട്. ബുക്ക് മൈ ഷോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നല്ല സിനിമയാണെങ്കിൽ ആളുകൾ അംഗീകരിക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് പോകാന്നുള്ളതാണ്.